ഹായ്, പാലയ്ക്ക ഇൻവിസിബിൾ ചെയിൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് പറയുന്നത്. ഇത് ഗോൾഡൻ ഗിയർ വെയർ ആണ്. ഇതിലാണ് നമ്മൾ പാലയ്ക്ക മാല ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഒരു പെൻഡൻറ്റ്, ഒരു ബ്ലൂ കളർ പെൻഡൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പെൻഡലിൻ്റെ ഇരുവശത്തും ചേർക്കാനായിട്ട് 2 ഗോൾഡ് മെറ്റൽ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പെൻഡലിൻ്റെ ഇരുവശത്തുമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മാലയുടെ ബാക്കിൽ കണക്ട് ചെയ്യാനുള്ള ലോബ്സ്റ്റർ ഹുക്ക്. ഇത് കണക്ട് ചെയ്യാനുള്ള ലോബ്സ്റ്റർ ഹുക്ക്. അതുപോലെ തന്നെ ഈ ലോബ്സ്റ്റർ ഹുക്ക് കണക്ട് ചെയ്യാനുള്ള ജംറിങ്, ഗോൾഡൻ ജംറിങ് എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഗോൾഡൻ ഗിയർ ലോക്കാണ്. നമുക്ക് ആവശ്യമുള്ള ഗിയർ ലോക്ക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്കായിട്ട് ആവശ്യമുള്ള ടൂൾസാണ് പറയുന്നത്. ഇത് പ്രസ്സിംഗ് പ്ലെയർ ആണ്. അതുപോലെ തന്നെ കട്ടിംഗ് പ്ലെയറും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് കട്ടിംഗ് പ്ലെയർ. ഇത്രയുമാണ് നമുക്കൊരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ ആവശ്യമായ മെറ്റീരിയലുകൾ. ഇനി നമുക്കൊരു മാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് ആവശ്യമുള്ള ഗിയർ വെയർ നമ്മുടെ കഴുത്തിറക്കത്തിന് മുറിച്ചെടുക്കണം. എനിക്ക് ആവശ്യമുള്ള ഇറക്കത്തിൽ ഗിയർ വെയർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ പെൻഡൽ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കുടുക്ക് വരാതെ എഴുതിയത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. എൻ്റെ ചെറുതായിട്ട് കുടുക്ക് വന്ന് ഞാനത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കണം. കറക്റ്റ് സെൻറ്റർ ആക്കി പെൻഡൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഗോൾഡൻ മെറ്റൽ ബോൾസ് അത് ഇരുവശത്തുമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു സിമ്പിൾ ഇൻവിസിബിൾ ചെയിനാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇരുവശത്തുമായിട്ട് മെറ്റൽ ബോൾസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് കറക്റ്റ് നമ്മൾ സെൻറ്ററിലേക്ക് ആക്കുന്നുണ്ട്. അതായത് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് പിന്നെ നമുക്കിതിനെ ലോക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്ക് 2 ഗോൾഡൻ ലോക്ക്, ഗിയർ ലോക്ക് ഇരുവശത്തുമായിട്ട് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇരുവശത്തും ഗോൾഡൻ ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം അത് കറക്റ്റ് സെൻറ്ററിലോട്ടാക്കണം. കറക്റ്റ് സെൻറ്ററിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഇരുവശത്തുമുള്ള ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സെൻറ്ററിലേക്ക് ആക്കിയതിന് ശേഷം ഈ പ്രസ്സിംഗ് പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ച് വെച്ചിട്ട് നമ്മളത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ. ഇപ്പോൾ അത് ആ ലോക്കറ്റോടെ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാത്ത രീതിയിൽ കറക്റ്റായിട്ട് അവിടെ തന്നെ ഫിക്സായിട്ട് ഇരിക്കും. കണ്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഇതിൻ്റെ എൻഡിങ്ങിൽ വരിക. ഇനി നമുക്കിവിടെ ഹുക്ക് വെച്ച് കൊടുക്കണം. ആദ്യം നമ്മളൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ലോബ്സ്റ്റർ ഹുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ. ഇത് ഗോൾഡൻ ലോബ്സ്റ്റർ ഹുക്കാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഗിയർ വെയറിൻ്റെ അറ്റം നമ്മൾ മടക്കി ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കറക്റ്റ് ടൈറ്റായിട്ട് വലിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ
ഈ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ആ ഗിയർ ലോക്ക് കൊണ്ടുവന്നിട്ട് പ്രസ്സിംഗ് പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ ഈ നീണ്ടു നിൽക്കുന്ന അറ്റം ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്നിട്ട് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇതേപോലെ ഈ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത വശം ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണക്റ്റിംഗ് ആയിട്ട് ജംപ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ജംപ് നമ്മൾ ഈ ലോബ്സ്റ്റർ ഹുക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ഗിയർ ലോക്ക് കൊടുത്തു. പിന്നെ ഈ ഗോൾഡൻ ജംപ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. നേരത്തെ ചെയ്തപോലെ തന്നെ അത് വളച്ചെടുത്ത് ആ ഗിയർ ലോക്കിലേക്ക് ഇട്ട് കൊടുത്തേച്ച് ഗിയർ ലോക്ക് നമ്മൾ ജംപ് റിങ്ങിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ചേർത്ത് കൊണ്ടുവന്നതിന് ശേഷം പ്രസ്സിംഗ് പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റേ സൈഡ് ചെയ്തപോലെ തന്നെ ഇതിൻ്റെ ഈ അറ്റം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഈ വശവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ലോബ്സ്റ്റർ ഹുക്കും ജംപ് റിങ്ങും കണക്ട് ചെയ്യുമ്പോൾ മാല ഇതുപോലെ വലിച്ച് പിടിച്ച് കറക്റ്റ് ലെങ്ത്ത് കറക്റ്റാക്കിയതിന് ശേഷം വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ കറക്റ്റ് ലെങ്ത്ത് ഇരുവശവും ഒരുപോലെ നിന്നില്ലെങ്കിൽ മാല കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കയറി ഇറങ്ങിപ്പോകും. പിന്നെ നമ്മളത് ഇട്ടതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ആക്കേണ്ടി വരും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊരു ഡിസ്പ്ലേയിൽ ഇട്ട് നോക്കാം.